പ്രണയം എപ്പിസോഡ് 4. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകണേ എന്ന ആഗ്രഹം മാത്രമല്ല, പ്രാർത്ഥിച്ചും പോയി പാർവതി. ഒന്ന് തലകറങ്ങി വീണിരുന്നെങ്കിൽ പോലും ഒന്നും കാണേണ്ടിയോ അറിയേണ്ടിയോ വരില്ലായിരുന്നു. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് തലകുനിച്ചു നിന്നു അവൾ. പതിയെ മിഴികൾ ഉയർത്തി നോക്കുമ്പോൾ തന്നെ നിറഞ്ഞ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മുന്നിലെ ചെയറിൽ കാലിന്മേൽ കാലിട്ടിരിക്കുന്ന ആകാശിനെയാണ് കണ്ടത്. അവൻ്റെ അടുത്തായി തന്നെ ചുണ്ടിൽ ഒളിപ്പിച്ച വിജയച്ചിരിയോടെ സ്റ്റീഫനും നിൽക്കുന്നു. വെൽ മിസ് പാർവതി, വാസ് യുവർ റോൾ ഹിയർ? ഒന്നും അറിയാത്ത ഭാവത്തിൽ ചെയറിലേക്കൊന്ന് ചാരിയിരുന്നു കൊണ്ട് കൈകൾ കെട്ടി പുച്ഛത്തോടെ ആകാശ് ചോദിച്ചു. സർ, ഇത് ഷട്ടപ്പ് മിസ്റ്റർ ഗംഗാധരൻ. ഐ ആം ആസ്കിങ് ടു ഹർ, നോട്ട് യു. വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവൻ പറയുമ്പോൾ പാർവതി ഒന്ന് നോക്കിക്കൊണ്ട് നിസ്സഹായ ഭാവത്തിൽ നിന്നു ഗംഗാധരൻ. ആൻസർ മീ പാർവതി, വാട്ട്സ് യുവർ ജോബ് ഹിയർ? അവൻ്റെ സ്വരത്തിൽ നിറഞ്ഞു നിറഞ്ഞ ദേഷ്യവും പുച്ഛവും മനസ്സിലാക്കിയത് മുഖമുയർത്തി അവനെ നോക്കി പാർവതി. ടീച്ചർ, ധൈര്യം സംഭരിച്ച് അവൾ പറയുമ്പോൾ തളരരുത് എന്ന മനസ്സിൽ 1000 ആവർത്തി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. സോറി, വട്ട് ഡു യു സേ? ഇരുപുരികങ്ങളും ഉയർത്തി ചോദ്യഭാവത്തിൽ അവൻ ചോദിച്ചു. ഞാനിവിടെ ടീച്ചറാണ്. നിറഞ്ഞു വന്ന മിഴികളെ പാടെ അവഗണിച്ചുകൊണ്ട് മുഖമുയർത്തി നിന്ന് തൻ്റെ അടുത്തോടെ അവൾ പറയുമ്പോൾ അവളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഭാവം അവനിൽ ദേഷ്യവും വാശിയും കൂട്ടി. ടീച്ചർ, ഗുഡ്. വിച്ച് ക്ലാസ്? അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചെയറിലേക്കൊന്ന് ചാരിയിരുന്ന് വലത് കാലിന് പുറത്തായി വച്ചിരിക്കുന്ന ഇടത് കാൽ ആട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അപ്പർ പ്രൈമറി. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ പറഞ്ഞു. വെരി ഗുഡ്. ആൻഡ് വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ? ആ ചോദ്യം അവൻ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കിയെങ്കിലും അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്ന വിജയഭാവം അവളെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. സർ, അത് Stay here. Just clear out of... Shut your mouth. If you don't like to stay here, just clear out from here. എന്തോ പറയാൻ തുടങ്ങിയ ഗംഗാധരനോട് തികഞ്ഞ ദേഷ്യത്തിൽ അവൻ പറയുമ്പോൾ പിന്നീട് ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു അയാൾ. ടെൽ മീ പാർവതി, വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ? പതിഞ്ഞ സ്വരത്തിലാണ് അവൻ ചോദിച്ചതെങ്കിലും കണ്ണുകളിൽ അവളോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു. ഡിഗ്രി, BSc മാത്സ്. അവൾ മറുപടി പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു. ആ ചിരിയിൽ ആഗ്രഹിച്ച് മറുപടി കിട്ടിയതിൻ്റെ ആത്മനിർവൃത്തി പ്രകടമായിരുന്നു. BSc മാത്സ്. യു ഹാവ് വെരി ഗുഡ് ക്വാളിഫിക്കേഷൻ. ദെൻ വൈ ദിസ് ജോബ്? അതീവ പുച്ഛത്തോടെ അവൻ ചോദിച്ചു. ഓ, ഐ ആം സോറി, ഞാൻ പറയുന്നത് മനസ്സിലായില്ല അല്ലേ? വി വിൽ ഡിസ്കസ് ഇൻ മലയാളം, ഓക്കെ? ചോദിച്ചത് കേട്ടില്ലേ മിസ് പാർവതി? ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും വൈ യു ചൂസൺ ദിസ് ജോബ്? ആകാശ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു പാർവതി. സ്റ്റീഫൻ, വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻ? ഒന്ന് തിരിഞ്ഞു നോക്കി സ്റ്റീഫനോടായി അവൻ ചോദിച്ചു. അയാൾ അല്പം മുന്നിലേക്ക് വന്ന് എന്തോ പറയാൻ തുടങ്ങിയതും വലത് കൈ ഉയർത്തി അയാളെ തടഞ്ഞു അവൻ. വെയിറ്റ്, ദർ ഇസ് ലിറ്റിൽ ചേഞ്ച് ഇൻ മൈ ക്വസ്റ്റ്യൻ. ആ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഡ്രൈവറില്ലേ, വാട്ട്സ് ഹിസ് ക്വാളിഫിക്കേഷൻ സ്റ്റീഫൻ? പെട്ടെന്ന് ആകാശ് ചോദിക്കുമ്പോൾ പാർവതി ഒന്ന് മൊത്തത്തിൽ നോക്കി ഒരാക്കിയ ചിരി അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞു. ഡിഗ്രിയാണ് സർ. ആ മറുപടി നിറഞ്ഞ പുച്ഛത്തോട് പാർവതിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അയാൾ പറഞ്ഞത്. ദാറ്റ്സ് ഗ്രേറ്റ്. നമ്മുടെ ഓഫീസിൽ അറൗണ്ട് ഒരു 10 പ്യൂൺസ് എങ്കിലും കാണില്ലേ? അവരുടെയൊക്കെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? ഐ ആം ആസ്കിങ് മിനിമം. പാർവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ആകാശ് ചോദിച്ചു. അതും ഡിഗ്രിയാണ് സർ. സ്റ്റീഫൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദെൻ വൈ ഷീ ഈസ് ഹിയർ? മുഖത്ത് വേറെ ഭാവവ്യത്യാസമൊന്നും തന്നെ ഇല്ലാതെ സ്റ്റീഫനോടായി ആകാശ് ചോദിച്ചു. ഐ ഡോണ്ട് നോ സർ. പഴയ മാനേജ്മെൻ്റ് അല്ലേ ഈ ജോലി കൊടുത്തത്. എന്ത്? സോറി, എന്തൊക്കെ കണ്ടിട്ടാണെന്ന് ആർക്കറിയാം? പാർവതിയെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് സ്റ്റീഫൻ പറയുമ്പോൾ അത് കേട്ട് ആകാശിൻ്റെ മുഖത്തും ഒരു പുച്ഛച്ചിരി വിടർന്നു. എന്നാൽ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി പാർവതി ഗംഗാധരൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. നിറഞ്ഞ നിസ്സഹായ ഭാവത്തിൽ അവളെ നോക്കി നിൽക്കാനേ ഗംഗാധരന് കഴിഞ്ഞുള്ളൂ. മിസ്റ്റർ ഗംഗാധരൻ, ഇവിടെ ഇനിയും ഇതുപോലെയുള്ള സ്റ്റാഫ്സ് ഉണ്ടോ? ഐ മീൻ ഇതേ ക്വാളിഫിക്കേഷനിൽ? സർ, ഞാൻ സേ യെസ് ഓർ നോ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ലിസൺ യുവർ സ്പീച്ച്. നോ സർ. അയാൾ മറുപടി പറഞ്ഞതും ചെയറിൽ നിന്ന് എണീച്ചിരുന്ന് ബ്ലേസർ ഒന്ന് നേരെ പിടിച്ചിട്ടുകൊണ്ട് പാർവതിക്ക് മുന്നിലായി വന്ന് നിന്നു ആകാശ്. ഇരു കൈകളും പാൻസിൻ്റെ ഇരു പോക്കറ്റിലുമായി ഇട്ടുകൊണ്ട് അവളെ നോക്കി. ലുക്ക് ഹിയർ. അത്രയും നേരം സംസാരിച്ചിരുന്ന ഭാവം മാറി അതീവ ഗൗരവത്തോടെ അവൻ പറയുമ്പോൾ മുഖമുയർത്തി അവനെ നോക്കി പാർവതി. വൈ ആർ യു സ്കെയറിങ്? രാവിലെ കണ്ടപ്പോൾ ഈ രൂപമല്ലായിരുന്നല്ലോ നിനക്ക്. ക്ലിയോപാട്രയെ പോലെ അല്ലായിരുന്നോ സംസാരം? ഞാൻ കരുതിയത് LLB ഗ്രാജുവേഷനെങ്കിലും ഉണ്ടാവുമെന്നാ. ആകാശ് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചാണ് പാർവതി നിന്നതെങ്കിൽ കേട്ടു നിന്ന ഗംഗാധരൻ്റെ മുഖത്ത് ഒന്നും മനസ്സിലാകാത്ത ഭാവമായിരുന്നു. മിസ്റ്റർ ഗംഗാധരൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വേർഡ്? എന്തായിരുന്നു അത്? തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് സ്റ്റീഫനെ നോക്കി ആകാശ്. തലതെറിച്ചവൻ സർ. വിച്ച് മീൻസ്? ബാക്കി പറയുന്നതിന് മുമ്പ് അയാളെ വലത് കൈ ഉയർത്തി കാണിച്ചു തടഞ്ഞു ആകാശ്.
തല തെറിച്ചവൻ അത് ഞാനാ. ഗംഗാധരൻ്റെ മുന്നിലായി വന്ന് നിന്നുകൊണ്ട് അവൻ പറയുമ്പോൾ അതിശയത്തിൽ അവനെയും കുറച്ചുമാരെല്ലാം കേട്ട് തലകുനിച്ച് നിൽക്കുന്ന പാർവതിയെയും മാറി മാറി നോക്കി അയാൾ. മനസ്സിലായില്ലേ? എൻ്റെ കാറിൻ്റെ മുന്നിൽ വന്ന് ചാടി ആളുകൾ കൂടി നിൽക്കുമ്പോൾ എന്നെക്കൊണ്ട് സോറി പറയിപ്പിച്ചതായി ഇവൾ. ഹൗ ഡെയർ യു ഡു യു നോ ഹു ഐ ആം? പാർവതിയുടെ മുന്നിലായി വന്ന് നിന്ന് അതീവ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. യു ആർ നത്തിങ് ടു മീ ആൻഡ് ഇത്രയും നാളും ഈ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്തില്ലേ നീ? ഇനി മുതൽ അത് വേണ്ട. ആകാശിൻ്റെ മുന്നേ നിന്നെ കണ്ടുപോകരുത്. അവൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി പാർവതി. നിൻ്റെ ഈ ജോലിയില്ലേ, അതിനിവിടെ വേണ്ട. യു ആർ ഡിസ്മിസ്ഡ്, ഗെറ്റ് ഔട്ട്. സർ, ഐ ഡോണ്ട് വാണ്ട് യുവർ അഡ്വൈസ്. ഗംഗാധരൻ ദേഷ്യത്തോടെ തന്നെ അവൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങി പാർവതി. വെയിറ്റ് എ സെക്കൻഡ്. പിന്നിൽ ആകാശിൻ്റെ സ്വരം കേട്ടതും ഒന്ന് നിന്ന് തിരിഞ്ഞു സംശയഭാവത്തിൽ അവനെ നോക്കി പാർവതി. ഈ ഡിസ്മിസ് ചെയ്യുമ്പോൾ അതുവരെയുള്ള കണക്കുകളൊക്കെ തീർക്കണ്ടേ? അതല്ലേ ഇതിൻ്റെ ഒരു മര്യാദ, അല്ലേ സ്റ്റീഫൻ? അതെ സർ, അതാ മര്യാദ. അത് പറയുമ്പോഴും അയാളുടെ മുഖത്ത് പുച്ഛം പ്രകടമായിരുന്നു. ദെൻ ഗിവ് മീ. പാർവതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ സ്റ്റീഫൻ്റെ നേരെ കൈ നീട്ടി ആകാശ്. രാവിലെ പാർവതി അവന് കൊടുത്ത അതേ ചില്ലറ പൈസകൾ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സ്റ്റീഫൻ. ഇതെന്തിനാണെന്ന് അറിയോ? ഇത്രയും നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ഈ ജോലി തന്നെ സെലക്ട് ചെയ്ത് എൻ്റെ സ്കൂളിനെ രക്ഷിച്ചതിന്. അതും പറഞ്ഞ് പാർവതിയുടെ വലത് കൈ പിടിച്ചതിനകത്തേക്ക് ആ പൈസ വെച്ചു കൊടുത്തു ആകാശ്. ഇത് നിനക്ക് ഞാനിടുന്ന വിലയാ, നിൻ്റെ വില. പകയെരിയുന്ന കണ്ണുകളോട് അവൻ പറയുമ്പോൾ അത്രയും നേരം പിടിച്ചു നിർത്തിയിരുന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി പാർവതിക്ക്. നിറഞ്ഞൊഴുകുന്ന മിഴികൾ ഉയർത്തി അവനെ നോക്കിയതും അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനിലും ഒരു പതർച്ച ഉണർത്തി. തൻ്റെ കയ്യിലിരിക്കുന്ന ചില്ലറ പൈസയിലേക്ക് നോക്കി മൃദുവായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിറഞ്ഞൊഴുകിയ മിഴികൾ അമർത്തി തുറച്ചു പാർവതി. താങ്ക് യു സർ, എൻ്റെ വില മനസ്സിലാക്കി തന്നതിന് ഒത്തിരി നന്ദി. ആദ്യമായ ഒരാൾ എനിക്ക് വിലയിടുന്നത് ഞാനിതൊരിക്കലും മറക്കില്ല. അത് പറയുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ സാരത്തിളപ്പ് കൊണ്ട് വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഓടി പാർവതി. അവളിലെ ആ നീക്കം തൻ്റെ ഉള്ളിൽ എവിടേക്കോ വേദന ഉണ്ടാക്കിയെന്ന തിരിച്ചറിവോടെ തറഞ്ഞു നിൽക്കുമായിരുന്നു ആകാശ്. സാറിനെ തിരുത്താൻ ഞാൻ ആരുമല്ല, എന്നാലും അച്ഛനേക്കാൾ പ്രായമായ ഒരു മനുഷ്യൻ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഒരു പെണ്ണിന് വിലയിടാൻ നമുക്ക് ആർക്കും കഴിയില്ല സർ, മുകളിലിരിക്കുന്ന ആ ശക്തിക്ക് പോലും. സ്വന്തം കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാ തുടർന്ന് പഠിക്കാതെ ആ കുട്ടി ഒരു ജോലിക്ക് വന്നത്. അതൊന്നും സാറിനെപ്പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലും ഒരു പെണ്ണിനെ അഭിമാനിക്കുന്നതിന് മുൻപ് ഒന്ന് ഓർക്കണമായിരുന്നു, അതൊരു സ്ത്രീയാണ്. ഞാനും സാറും ഈ നിൽക്കുന്ന എല്ലാവരും പിറവിയെടുത്തത് അതുപോലെ ഒരു സ്ത്രീയിൽ നിന്നാണ്. ആ സ്ത്രീത്വത്തിന് വിലയിടാൻ ലക്ഷം കോടി രൂപയ്ക്ക് പോലും പറ്റില്ല സർ. സഹികേട്ട് അത്രയും ഗംഗാധരം പറയുമ്പോൾ അത് കേട്ട് ഒരു നിമിഷം തറഞ്ഞു നിന്ന ആകാശ്. അവൻ്റെ കണ്ണുകളിൽ നിറക്കണ്ണുകളോടെ അവനെ നോക്കിയ പാർവതിയുടെ മുഖം മാത്രമായിരുന്നു. മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ വേഗത്തിൽ റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി ആകാശ്. സ്കൂൾ ഗേറ്റിന് കുറച്ച് മുന്നിലായി കാറിനടുത്തായി നിൽക്കുകയായിരുന്നു രമേശ്. ഗേറ്റ് ലക്ഷ്യമാക്കി ഓടി വരുന്ന ആകാശിനെ അതിശയഭാവത്തിൽ നോക്കിയ അയാൾ. രമേശ്, വേർ ഈസ് ഷീ? അയാളുടെ മുന്നിലായി വന്ന് നിന്നുകൊണ്ട് ചെറിയൊരു കിതപ്പോടെ അവൻ ചോദിച്ചു. ആരാ സർ? സംശയഭാവത്തിൽ അയാൾ ചോദിച്ചു. എടോ, നമ്മൾ രാവിലെ കണ്ടില്ലേ പെൺകുട്ടി, അവളെത്താൻ കണ്ടോ എന്ന് ആവേശത്തോടെ ആകാശ് ചോദിക്കുമ്പോഴും അവൻ്റെ പിന്നാലെ വന്ന് സ്റ്റീഫനും അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ നീ അങ്ങോട്ട് പോയതേ ഉള്ളൂ സർ, കരഞ്ഞോണ്ടാണ് ഇറങ്ങിപ്പോയത്, അയാൾ പറഞ്ഞു. ഏത് വഴിക്കാണ് പോയത്? ആവേശത്തോടെ അവൻ ചോദിച്ചു. നേരെയാ സർ. അത് പറഞ്ഞതും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി ആകാശ്. സാർ ഇതെങ്ങോട്ടാ? ആ പെണ്ണിന് കിട്ടിയത് തന്നെയല്ലേ കിട്ടിയത്? അവളുടെ അഹങ്കാര. ഷട്ടപ്പ് സ്റ്റീഫൻ, വളരെയധികം ദേഷ്യത്തോടെ ആകാശ് പറഞ്ഞു. യു ഹാവ് 10 minutes ടൈം. അതിനുള്ള അവളെ എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. ആം ഐ ക്ലിയർ സർ? ആം ഐ ക്ലിയർ സ്റ്റീഫൻ? അതൊരു വളർച്ചയായിരുന്നു. ക്ലിയർ സർ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. സ്റ്റീഫൻ പറയുമ്പോൾ സംശയഭാവത്തിൽ ആളെ നോക്കി ആകാശ്. എന്ത് വില കൊടുത്തും ഞാൻ കൂട്ടിക്കൊണ്ടുവരും സർ. പ്ലീസ് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പൊക്കോളും. സ്റ്റീഫനോടായി പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ